സംസ്ഥാനത്ത് വീണ്ടും നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച മരിച്ച മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ വിദ്യാർത്ഥിക്ക് നിപ്പ സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. 151 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. രോഗലക്ഷണങ്ങളുള്ള 2 പേരെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബംഗളൂരുവിൽ പഠിക്കുകയായിരുന്ന വിദ്യാർത്ഥിക്ക് നാട്ടിലെത്തിയ ശേഷം കടുത്ത പനി ബാധിക്കുകയായിരുന്നു. ആദ്യം നടുവത്തുള്ള സ്വകാര്യ ക്ലിനിക്കിലായിരുന്നു പ്രവേശിപ്പിച്ചത്. പനി വിട്ടുമാറാത്ത സാഹചര്യത്തിൽ പെരിന്തൽമണ്ണ MES മാറ്റി. അവിടെ ചികിത്സ തുടരുന്നതിനിടയിലാണ് മരിച്ചത്. യുവാവിന് മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് മെഡിക്കൽ ഓഫീസർ നടത്തിയ ഡെത്ത് ഇൻവെസ്റ്റിഗേഷനിലാണ് നിപ്പ വൈറസ് സംശയിച്ചത്. ഉടൻ തന്നെ ജില്ലാ മെഡിക്കൽ ഓഫീസർ വഴി ലഭ്യമായ സാമ്പിളുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് അയച്ചു. ഈ പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു. മലപ്പുറത്ത് നിപ്പ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. സ്വകാര്യ ആശുപത്രിയിൽ മരണമടഞ്ഞ 24 വയസ്സുകാരനാണ് നിപ്പ വൈറസ് രോഗബാധ ഉണ്ടായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുവരെ 151 പേരാണ് പ്രൈമറി കോൺടാക്ട്സിലുള്ളത്. അതിൽ 5 പേർക്ക് ചെറിയ പനി ലക്ഷണങ്ങളും ഉണ്ട്. ഇത് സംബന്ധിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. 4 സ്വകാര്യ ആശുപത്രികളിൽ യുവാവ് ചികിത്സ തേടിയിട്ടുണ്ട്. കൂടാതെ സുഹൃത്തുക്കൾക്കൊപ്പം ചില സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുമുണ്ട്. ഇവരുടെ എല്ലാവരുടെയും തന്നെ വിവരങ്ങൾ ശേഖരിച്ച് നേരിട്ട് സമ്പർക്കത്തിലേർപ്പെട്ടവരെ ഐസൊലേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഐസൊലേഷനിലുള്ള 5 പേർക്ക് ചില ലഘുവായ ലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈയിൽ നിപ്പ ബാധിച്ച് മലപ്പുറം സ്വദേശിയായ 14-കാരനും മരിച്ചിരുന്നു. റിപ്പോർട്ട് മലപ്പുറം. നിപ്പ ബാധ സ്ഥിരീകരിച്ചതോടെ മലപ്പുറം, തിരുവാലി, മമ്പാട് പഞ്ചായത്തുകളിലെ 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണാക്കി. തിരുവാലി പഞ്ചായത്തിലെ 4, 5, 6, 7 വാർഡുകൾ, മമ്പാട് പഞ്ചായത്തിലെ 7-ാം വാർഡ് എന്നിവ കണ്ടെയ്ൻമെന്റ് സോണാക്കി ജില്ലാ കളക്ടർ VR വിനോദ് പ്രഖ്യാപിച്ചു. ഈ സ്ഥലങ്ങളിൽ പ്രോട്ടോകോൾ പ്രകാരമുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകും. നബിദിന ഘോഷയാത്ര മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കണമെന്നും ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും പൊതുവെ ജാഗ്രത വേണമെന്നുമാണ് ജില്ലാ കളക്ടർ ആവശ്യപ്പെടുന്നത്. മുബഷീർ P. അക്ബർ ചേരുന്ന വിവരങ്ങളുമായി. മുബഷീർ, നിപ്പ സ്ഥിരീകരിച്ചതോടെ തിരുവാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതീവ ജാഗ്രതയാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. മാസ്ക് ഉൾപ്പെടെ നിർബന്ധമാക്കിയിട്ടുണ്ടല്ലേ? കഴിഞ്ഞ ദിവസം മരിച്ച മലപ്പുറം നടുവത്ത് സ്വദേശിയായ വിദ്യാർത്ഥിക്ക് നിപ്പ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ തന്നെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ തീരുമാനം. നിലവിലെ സാഹചര്യത്തിൽ തിരുവാലി പഞ്ചായത്തിലെ മുഴുവൻ ആളുകളും ഇത്തരത്തിൽ മാസ്ക് ധരിക്കണമെന്ന നിർദ്ദേശം പ്രാദേശിക ഭരണകൂടം നൽകിയിട്ടുണ്ട്. കൂടാതെ വരും ദിവസങ്ങളിൽ വീടുകൾ കയറിയുള്ള ഒരു ബോധവൽക്കരണം തന്നെ നടത്തുമെന്നുള്ളതാണ് പ്രാദേശിക ഭരണകൂടം ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ യുവാവുമായി നേരിട്ട് സമ്പർക്കത്തിലുള്ളത് 150-ലധികം ആളുകളാണ്. ഇതിൽ 2 പേരെ വിവിധ രോഗലക്ഷണങ്ങളോടുകൂടി മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. നേരിട്ട് സമ്പർക്ക പട്ടികയിൽ ഇടം പിടിച്ച മറ്റേതെങ്കിലും വ്യക്തികൾക്ക് ആ നിലയിലുള്ള രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ തുടർ നടപടികൾ വളരെ വേഗത്തിൽ തന്നെ സ്വീകരിക്കുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ മലപ്പുറം ജില്ലയിൽ എത്തിച്ചേർന്നതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ വരും ദിവസങ്ങളിൽ കൃത്യമായ യോഗം ചേർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. 2 മാസം മുൻപായിരുന്നു മലപ്പുറം ജില്ലയിൽ സമാനമായ നിപ്പ കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഈ നിലവിലെ നിപ്പ റിപ്പോർട്ട് ചെയ്ത ഈ ഭാഗത്തു നിന്നും ഏകദേശം 10 കിലോമീറ്റർ അപ്പുറത്തുള്ള ചെമ്പ്രശ്ശേരി ഭാഗത്തായിരുന്നു 14-കാരൻ നിപ്പ ബാധിച്ച് മരിച്ചിരുന്നത്. ഊർജിതമായ പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ നിപ്പയെ ആ ഒരു ഘട്ടത്തിൽ പിടിച്ചു നിർത്താൻ ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചിരുന്നു. സമാനമായ നിയന്ത്രണങ്ങൾ തന്നെയായിരിക്കും നടുവത്ത്, വണ്ടൂർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഉണ്ടാകുക എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ, അത്തരത്തിലുള്ള പനിയോ ഛർദി പോലെയുള്ള രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്നും ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം ജില്ലാ ആരോഗ്യവകുപ്പും അതുപോലെ തന്നെ ഭരണകൂടവും ഈ ഒരു ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട്. മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഏതായാലും നിപ്പ സ്ഥിരീകരിച്ചതോടെ മലപ്പുറത്ത് അതീവ ജാഗ്രത തന്നെയാണ് ഉള്ളത്. വരും ദിവസങ്ങളിലും ഈ ജാഗ്രത തുടരും എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. 5 വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി ഇപ്പോൾ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്.